എത്തിയിട്ടില്ല, ക്ലോസ് ചെയ്ത് വെച്ചേക്കണം. തിരുവനന്തപുരത്തെ അതിമനോഹരമായൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. പൊന്മുടി പോയിട്ട് കുറച്ച് നാളായപ്പോൾ ഇന്ന് നമുക്ക് പൊന്മുടി ഒന്ന് പോയി നോക്കാം. നമ്മൾ തിരുവനന്തപുരത്ത് കിടന്നിട്ട് പൊന്മുടി പോയില്ലെങ്കിൽ മോശമല്ലേ. നമ്മൾ ഗോപ്രോ എടുത്തിട്ട് ആദ്യമായിട്ടുള്ളൊരു ചെറിയ റൈഡാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ കൂടെ ഒരു ചങ്ക് കൂടെ ഉണ്ട്. ചങ്ക് ഇവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്, കാണാനില്ല, നോക്കാം. ഫ്രണ്ടിലോട്ട് നോക്ക്. ചങ്ക് ഇതാ നിൽക്കുകയാണ്. അതാണ് നമ്മളെ ചങ്ക്. ചങ്കിനെ കൊണ്ടാണ് ഇന്ന് പോണത്. നോക്കാൻ പോയി അതുവരെ എങ്ങനെ പോകാൻ പറ്റുമെന്ന്. ചങ്ക് ഭയങ്കര കൃത്യനിഷ്ഠയാണ്. അപ്പോൾ ഓൾ സെറ്റ്. പിന്നെ അല്ല കയറും. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ പൊന്മുടിയിലോട്ടാണ് പോണത്. പൊന്മുടി ഭയങ്കര വൈബ് എന്നാണ് പറഞ്ഞത്. രാവിലെ എത്രത്തോളം ഉണ്ടാവും അറിയില്ല, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഈഞ്ചക്കൽ റോഡ് അടച്ചിരിക്കുന്നുണ്ട്. നമ്മൾ നേരെ ഇവിടെ നിന്ന് ചാക്കന്ന് റൈറ്റ് കട്ട് ചെയ്ത് നേരെ പാളയം വഴിയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. രാവിലെ 7:30 ആയിട്ടുണ്ട്. അപ്പോൾ വലിയ ട്രാഫിക് ഒന്നുമില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും അടുക്കാൻ പറ്റാത്ത ട്രാഫിക് ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ഫില്ലിംഗ് അങ്ങ് അടിച്ചേക്കാം. 550. ഇതാണ് മതസൗഹാർദ്ദത്തിൻ്റെ പാളയത്തെത്തി. ആണ് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായ മ്യൂസിയം. നമ്മൾ കവടിയാർ റോഡ് എത്തിയിട്ടുണ്ട്. സൂപ്പർ വിശപ്പ്. രാവിലെ ചായം കുടിച്ചില്ലാത്തതിൻ്റെ ഒരു വൈക്ലഭ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു ചായം പടച്ച് അല്ലെങ്കിൽ ലൈറ്റായിട്ട് കഴിക്കാം. നമ്മൾ പേരൂർക്കട വഴയിലേക്ക് കഴിഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കുഴപ്പമില്ലാത്ത ഇതുപോലത്തെ റോഡുകളാണ്. പണി പാളിയല്ലേ ഇവിടെ. എന്ത് അവിടെ റോഡ് ക്ലോസ് ആണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കരകുളത്തുനിന്ന് റൈറ്റിലോട്ട് ഉള്ള റോട്ടിൽ കയറാനാണ് ബോർഡ് എഴുതി വെച്ചത്. അപ്പോൾ നോക്കാം നമുക്ക്. ഞാൻ ഈ വഴി പോയിട്ടില്ല. പൊന്മുടി നെടുമങ്ങാടൊക്കെ ഇങ്ങോട്ടൊന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കരകുളത്തു നിന്ന് റൈറ്റ് എടുത്ത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും കരകുളം തന്നെ എത്തി. മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ അഴീക്കോട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നടന്നാണ് ചായ കുടിക്കാൻ. എന്തായാലും അങ്ങനെ ഫൈനലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മളെ കിടലം പൊറോട്ടയും മുട്ടക്കറി. പിന്നെ അപ്പോൾ നമ്മൾ വാളിക്കോടല്ലേ, തൊളിക്കോടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ്. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? കൊള്ളാമല്ലേ? തേഞ്ഞില്ല. അല്ലേ, ഇവിടെ അധികം വെള്ളമില്ല. ആ മല ഉണ്ടോ? ഏത് മല അറിയോ? ഏത് മല? അഗസ്ത്യാർകുടമല. ആര്? അഗസ്ത്യാർകുടമല. അഗസ്ത്യാർകുടം. ഒരു ദിവസം അവിടെ റൈറ്റ് കഴിഞ്ഞു. അത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇതെടുക്കണം. ഓൺലൈൻ വഴി അപേക്ഷിച്ച് അവർ
ഒരു ഫോറസ്റ്റ് ഓഫീസർ കൊണ്ട് അവർ കൊണ്ടുപോകും. നമ്മൾ വണ്ടിയൊക്കെ വെളി വെച്ചിട്ട് അവിടെ നിന്ന് അവർ കൊണ്ടുപോകും. ഒരു ദിവസം ഫുള്ള് കാട്ടിലേക്ക് കൊണ്ടുപോയി അത് നടന്ന് കയറി ടോപ്പിൽ കയറാൻ പറ്റുമോ? രാത്രി ഫുള്ളാണ്. രാത്രി ഫുള്ള് നമ്മൾ തമ്മിൽ കാണാനൊന്നും പറ്റൂല. അടുത്തുണ്ടെന്ന് അറിയാൻ പറ്റും. ഫുള്ള് മഞ്ഞായിരിക്കുമല്ലോ. ഒരു ദിവസം പോയാലോ? പേടി വരില്ല. പേടി എന്ത്, ടീമായിട്ട് പോവാം. നോൺ വെജ് ഒന്നും കിട്ടൂലേ? ക്യാമ്പ് ഫയർ പോലെ പരിപാടി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ആടിനെ നശിപ്പിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ആദ്യമേ ഒരു ക്ലാസ്സൊക്കെ തരും. ഇതാണ് പൊന്മുടി കയറുന്നതിന് മുമ്പായിട്ടുള്ളൊരു ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ബൈക്കിനും പോകുന്ന ആൾക്കാർക്കും ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ടിക്കറ്റ് ഉണ്ട് ഇവിടെ. 40, 80, 2 വയസ്സ്. 20 ടൂ വീലറാണ്. അടുത്ത് ഞാനതിൻ്റെ പോകണുണ്ട്. ഇതിൽ കയറി പോകുന്ന ഫീല് വേറെ. എത്തിയിട്ടുണ്ട് പൊന്മുടി. ഏകദേശം ഒരു 9:45 ആയപ്പോൾ എത്തി. റിലാക്സ് ചെയ്താണ് വന്നത്. വലിയ ക്രൗഡൊന്നും ഇല്ല കേട്ടോ. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ ക്രൗഡില്ല. ക്ലൈമറ്റ് പൊളി എന്നൊന്നും പറയാനില്ല. കൊള്ളാം അല്ലേ? ഞാൻ വിചാരിച്ച മുട്ടം വെയിലായിരിക്കുന്നു, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ചെറിയ തണുപ്പുണ്ട്. നീ മമ്മൂട്ടിയൊക്കെ ഓടി വരുമ്പോൾ അവിടെ നിന്ന് പാട്ടും പാടി ഓടി വാ, നോക്കട്ടെ. വെയിലടിച്ച് ചാവുന്നല്ലേ വിചാരിച്ചു. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? സൂപ്പർ. അതാണ് പറയണം, വല്ലപ്പോഴൊക്കെ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങണം. കമിതാക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ. ഈ ടവർ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാലോ, ആ വ്യൂ ഒന്ന് നോക്കാം. വാ, നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും കയറി ഇവിടെ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അടച്ചു വെച്ചേക്കുന്നത്. വലിയ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. ഇവിടെ വന്നിട്ടുള്ളൊരു വ്യൂ എടുത്ത് ചിന്താവിഷ്ട റാഷിദ്. റൈറ്റിക്ക് ഇതുവഴി കയറിയാലോ. വാ, ആരും സഞ്ചരിക്കാത്ത വഴി കൂടി സഞ്ചരിക്കണം, അപ്പോഴേ ഇതിനൊരു ഗുമ്മുള്ളൂ. ഓടിക്കയറാൻ പോകണേ. എൻ്റെ അടിയായിപ്പോയി അല്ലേ? കമാ, ഫുട്ബോൾ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. നിസ്സാരം. അതെ, ഈ ആയിട്ട് കഥപ്പൊന്നും കേൾക്കുന്നില്ലല്ലോ ആരും. പോവാനുള്ളത് ലോണ്ടല്ല അവിടെ കിടിലം കയറ്റം. ഗൂഗിൾ മാപ്പിൽ നോക്കണം. ആ വഴി എനിക്കറിയാം, അത് അവിടെ തന്നെ.
പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. My father told me I was timid child. At school they said I had no style. And I was dreaming to be those cool kids, but I come to fucked up my whole teenage life. റെഡി കഥപ്പ് മാറി ആറ് റെഡി. റാഷിദ് ഇറങ്ങി തുടങ്ങി. റാഷിദ് ഒരു ഹായ് പറ. നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം. ഇപ്പോൾ പൊളി ക്ലൈമറ്റാണ്, വരാം, ധൈര്യമായിട്ട് വരാം. പൊന്മുടിയിൽ നവംബർ മാസം, ഇതിപ്പോൾ രാവിലെ ഏകദേശം 10:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും നമ്മൾ മുകളിൽ വന്ന് ചൂടടിച്ച് കട്ടടിച്ച് തിരിച്ച് പോകേണ്ടി വരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, കൊള്ളാം, നല്ല ക്ലൈമറ്റ്, ധൈര്യമായിട്ട് വരാം. അത്യാവശ്യം തിരക്കുണ്ട്. ഇന്ന് വീക്ക് ഡേയ്സ് ആണ്, എന്നിട്ടും കുഴപ്പമില്ലാത്ത ക്രൗഡുണ്ട്. എങ്ങനെ ഉണ്ടോ കയറിയിട്ട്? കാലിൽ കുഴപ്പമല്ലോ ഉണ്ടോ? പറ. എൻ്റെ കാല് വിറയ്ക്കും പോലെ തോന്നണല്ലോ. നമ്മൾ പൊന്മുടിയിൽ നിന്ന് യാത്ര ചോദിക്കുകയാണ്. നമ്മൾ 8:30 ആയപ്പോൾ നമ്മളിവിടെ എത്തി. ഇപ്പോൾ മണി 11 നല്ല തണുപ്പുണ്ട് മുകളിൽ. നല്ല ഭയങ്കര തണുപ്പല്ല, അത്യാവശ്യം കൊള്ളാം, നല്ല ക്ലൈമറ്റ്. ഇന്നത്തെ നമ്മുടെ റൈഡ് അഴീക്കോടുള്ള സംസം ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഫുഡ് കഴിച്ചാലോ? അപ്പം ഞാനൊരു പോത്ത് ബിരിയാണിയും റാഷിദ് ചിക്കൻ മന്തിയാണ്. സംസമിലെ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു സ്ഥലമാണ്. എപ്പോഴും തയ്യാറില്ല, ഒന്നും തയ്യാറെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ കയറിയതാണ്. അങ്ങനെയുണ്ട്. പോത്ത് ബിരിയാണി ഞാനുണ്ട്, നോക്കാം. സൂപ്പർ. ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. നമ്മളിപ്പോൾ പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോസിലൊക്കെ ഒരുപാട് കുറവുകൾ കാണും, എല്ലാം നികത്തുന്നതാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, സെറ്റാവും. അപ്പോൾ ബൈ.